റോസ് ഡേക്ക് റോസും കിട്ടി. ഏതോ ഒരു പെങ്കൊച്ച് ഇപ്പോൾ അത് കൊട്ടണ സാധനം ഫിഷിനൊക്കെ ഇട്ടിട്ടുണ്ട്. തൊട്ട് കഴിഞ്ഞാൽ വീർക്കും. കപ്പലിത് അടുത്ത് കൂടി പോകുന്നത് മീനൊക്കെ വീശി പിടിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പം ചീന വലയിൽ പിടിച്ച മീനുകളൊക്കെയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേട്ടോ മീഡിയ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളിന്ന് എത്തിയേക്കുന്നത് എവിടെയാണ്? അതെ, ഞങ്ങൾ ഇത് എത്തിയേക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ജസ്റ്റ് ചുറ്റിക്കറങ്ങാനായിട്ട് എത്തിയേക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഫുട്പാത്തിലൂടെ പതിയെ നടക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ചുറ്റിനെൻ്റെ സായിപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള കടകളൊക്കെ ഓപ്പണായിട്ട് ഇറങ്ങുള്ളൂ. കണ്ടില്ലേ, ഇവിടെ അവർക്ക് വേണ്ടിയുള്ള ബാഗുകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല കത്തിയിരിക്കുമെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അതെ, വീണ്ടും കുറേ ശംഖ് കാര്യങ്ങളൊക്കെ, വെളിമാല, കാര്യങ്ങൾ അടിപൊളിയാണ്. ഗ്രീഷ്മത അവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. കാര്യമില്ല നോക്കിയിട്ട് അല്ലേ, ഇതൊക്കെ കണ്ടില്ലേ, അടിപൊളി ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബാഗാണ്. അതുപോലെ തന്നെ നല്ല കത്തി വിലയായിരിക്കും. ഓരോ പ്രാവശ്യം വരും തോറും കൊച്ചിക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞങ്ങൾ 2 വർഷം മുമ്പ് വന്നപ്പോൾ ഉള്ള കൊച്ചിയിൽ ഇപ്പം നല്ല മാറ്റമുണ്ട്. 2 വർഷം എന്നൊക്കെ വെച്ചാൽ പെട്ടെന്ന് പോയി. അതില്ലേ, ഇവിടെ വേറെ കുറേ മീനുകളൊക്കെ കണവ, അത് പരല ഫുഡ്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി കൊഞ്ചുണ്ട്, ചെമ്മീനുണ്ട്, പല വലിപ്പത്തിലുള്ള ചെമ്മീനും കൊഞ്ചുകളുണ്ട്. ഇത് കൊഞ്ചുണ്ട്. എന്തെന്നത്, കണവ, ഞണ്ട്, നല്ല പൊന്നുള്ള ഞണ്ട്, കൂന്തള, കണവൊക്കെ ഒന്ന് തന്നെയാണ്. കരിമീൻ, കിളിമീൻ, ഇവിടെ വേറെ പലതരത്തിലുള്ള മീൻ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ മീൻ മാർക്കറ്റിനോട് വിട പറയല്ല, നേരെ ഒരുപാട് മീൻ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. കൊക്കുകളൊക്കെ കണ്ടില്ലേ, മീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതോ കപ്പൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒച്ചയാക്കാൻ പറ്റും. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവുണ്ട്. എന്നാലും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. കേരളത്തിൻ്റെ സുവനീർ ഒരുപാട് സുവനീഴ്സുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ ഡ്രീം ക്യാച്ചർ. പക്ഷെ ഇപ്പം ഇതിൻ്റെ ട്രെൻഡൊക്കെ പോയിട്ടാ അല്ലേ. പാമ്പിനൂതണ മകുടി, ഇവിടെ നല്ലൊരു വേരാലുണ്ട്. ഇവിടെ കുറേ സായിപ്പന്മാരുണ്ട്. കപ്പലിന് നങ്കൂരാണ് പണ്ടത്തെ. ദൂരെ നിന്ന് കുറേ ബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ആദ്യം നല്ല ബീച്ച് ഉണ്ടായി, പക്ഷെ ഇവിടെ നിന്ന് ബീച്ചൊക്കെ ഇറങ്ങിപ്പോയതാണ് കേട്ടോ. ആദ്യത്തെ അവിടം വരെ തിരയടിക്കണ്ടായി. ചെളി ചണ്ടിയായിരുന്നു കേട്ടോ. അതേപോലെ ആഫ്രിക്കൻ പാലായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതെല്ലാവരും പിടിക്കണ്ട്. ഇത് ബോട്ട് വന്ന് കാണാൻ പറ്റും. ഇവിടെ തിര കുറവാണ് കേട്ടോ. ചേട്ടന്മാരുടെ മീനൊക്കെ വീശി പിടിക്കുന്നുണ്ട്. അടിപൊളിയല്ലേ, നല്ല വെയിലുണ്ടല്ലേ. ഈ ചേട്ടൻ്റെ മീൻ കിട്ടിയതുകൊണ്ട് നമുക്ക് നോക്കാം. എവിടെ അവിടെ ഒരുപാട് പരുന്തുകളുടെ കുറക്കുണ്ട് കേട്ടോ. പല വീശി മീൻ പിടിക്കുന്ന കണ്ടിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ആദ്യം ബഫർ ഫിഷിനെ മാത്രം കിട്ടുള്ളൂ. അവിടെ നിന്ന് ഞങ്ങൾ പതിയെ ഈ വഴി നടക്കുകയുണ്ട്. ഫർണിച്ചർ ലക്ഷ്യാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം കണ്ടൊന്നുമില്ല, കാര്യം പറഞ്ഞാണ്. അത്
കൊട്ടണ സാധനം. ഇവിടെ കുറേ ബുദ്ധൻ, കുറേ ആനകൾ, കുറേ പ്രതിമകളൊക്കെ ഉണ്ട്. ശിവലിംഗം, ചെറിയ ചെറിയ വണ്ടി മുട്ടിക്കുന്ന പ്രതിമകളില്ല. ബീച്ചിലിപ്പോൾ തിരക്ക് കുറവാണ് കേട്ടോ, കണ്ടില്ലേ. നമ്മൾ അന്ന് വന്നിപ്പോൾ നല്ല തിരക്കായിരുന്നു. കുറേ നാട്ടുകാരും ഇതുപോലെ തന്നെ വിദേശികളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്രാവശ്യം തിരക്കൊക്കെ കുറവാണ്. വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കും. ഇവിടെ കണ്ടില്ലേ ചെറിയ ഹട്ടുകളൊക്കെ. ഇത് കപ്പലിൻ്റെ പണ്ടത്തെ എൻജിനാണ് കേട്ടോ വരും കേട്ടോ. എൻജിൻ്റെ പോർഷനാണ് ഈ കാണുന്നത്. എന്തൊരു എൻജിൻ നോക്കി പണ്ട് മുതലുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലം പോലെ ഈ സാധനം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വെക്കണ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പൊരിഞ്ഞ വെയിൽ നടന്ന് ക്ഷീണിച്ചത് ഞങ്ങൾ തിരിച്ചു പോകേണ്ട. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ കാണാം. ബൈ.